അലക്സ് ജോൺസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കൂടെ ഒരു കെമിക്കൽ വാർഫെയർ നടത്തിയിട്ട് അതിനെയൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ആ വെള്ളത്തിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസ് നമ്മൾ കുടിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഗേ ആയിട്ട് മാറുന്നത്, ട്രാൻസ് ആയിട്ട് മാറുന്നത്. നമ്മുടെ ഈ സെക്ഷൽ ഓറിയൻറ്റേഷനിൽ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ ആർക്കും അറിയില്ല. ചിലവർ പറയും യു ആർ ബോൺ ഗേ എന്ന് പറയും. ചിലവർ പറയും ഞാൻ ഇത്ര കാലം ഞാൻ അറിഞ്ഞിരുന്നില്ല, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, അപ്പം ഞാൻ അങ്ങനെ ഗേ ആയി മാറി എന്നൊക്കെ കുറച്ച് പേര് പറയും. സോ ആക്ച്വലി നോ വൺ നോസ് ഒരു ഇങ്ങനെയാണ് എന്ന് പറയാൻ ഒരു ആധികാരികമായിട്ടൊരു സംഭവമില്ല. എങ്ങനെ ഒരാൾ ഗേ ആയി മാറുന്നു, അല്ലെങ്കിൽ അയാളുടെ സെക്സ് ചേഞ്ചിന് വേണ്ടി അയാൾ ട്രാൻസ് ആവുന്നു എന്നുള്ള സംഭവം ആർക്കും അറിയില്ല. സോ അതിനുള്ളൊരു ഉത്തരവായിട്ടാണ് അലക്സ് ജോൺസ് വരുന്നത്. പുള്ളിയാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. വെള്ളത്തിലൂടെയാണ് ഇങ്ങനൊരു സാധനം വരുന്നത്. അതിന് ഗവൺമെൻറ് കൂടെ അറിഞ്ഞുകൊണ്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത്. നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു ചിരി വരും. ഞാൻ ആദ്യം ഈ വീഡിയോ കാണുമ്പോൾ ഇയാൾക്ക് എന്താ ഭ്രാന്ത്, കാരണം ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയാൻ ഒരു കാരണം കൂടി ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഇയാളാണ് ഈ കോൺസ്പിരസിൻ്റെ ഒരു ആശാൻ. ഓക്കെ, അതായത് ഇൻഫോവേഴ്സ് എന്ന് പറയും. ഇൻഫോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇപ്പോൾ നമ്മൾ ഷോ ചെയ്യുന്ന അതുപോലത്തെ പണ്ട് തുടങ്ങിയുള്ള സാധനമാണ് ഇൻഫോവാർസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഇയാൾ പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് പറയും ഇങ്ങനെ ഒരു കൾട്ട്, ഒരു എലീറ്റ് ക്ലാസ് അവരിങ്ങനെ കുട്ടികളുടെ ബലി കൊടുക്കുന്നുണ്ട്. ബൊഹീമിയൻ ഗ്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ആണിത് നടക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു പ്രതിമയുണ്ട്, ഒരു മൂങ്ങൻ്റെ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പണ്ട് കുറേ കാര്യങ്ങൾ പുള്ളി പണ്ടേ പറയും. അപ്പോൾ അതിനെ ഇയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് ഇയാൾ എന്തോ ഒളിക്യാമറയൊക്കെ കൊണ്ടുപോയി കണ്ടുപിടിച്ച് അവിടെ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരിനെയൊക്കെ അവിടെ പോയി മീറ്റ് ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ ഇതിനെ എക്സ്പോസ് ചെയ്ത ആളാണ്. സോ ഇയാൾ ഭയങ്കര വൈൽഡായിട്ടൊരു മനുഷ്യനാണ്. പിന്നെ ഇയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല. ബൊഹീമിയൻ ഗ്രൂസിൻ്റെ കാര്യത്തിൽ പക്കയാണ്. ഓക്കെ, അയാൾ പറഞ്ഞ കാര്യം അയാൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് ഒരു റിങ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് 10-30 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ എപ്സ്റ്റീൻ്റെ കാര്യത്തിൽ ശരിയാവുകയും ചെയ്തു. അപ്പോഴേക്കും അയാൾക്ക് എന്ത് പറ്റി, ഈ അലക്സ് ജോൺസ് എന്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ ഇയാളിപ്പോൾ ട്രംപിൻ്റെ മെയിൻ ആളാണ്. ഓക്കെ, അപ്പോൾ ഇയാൾ 30 കൊല്ലം മുന്നേ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല അന്ന് ശരിയായി എന്ന് പറയാൻ കൂടെ പറ്റാത്തൊരവസ്ഥയിലേക്ക് അലക്സ് ജോൺസിൻ്റെ ഡൗൺഫോൾ എത്തിച്ചു പുള്ളിനെ. അതൊരു കാര്യം. പിന്നെ ഇയാൾ സാൻഡി ഹുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, അമേരിക്കയിൽ കുറേ കുട്ടികൾ മരിച്ച സ്കൂൾ ഷൂട്ടിങ്ങാണ്. അറിയാമല്ലോ സ്കൂൾ ഷൂട്ടിങ് ഇങ്ങനെ നടക്കുകയെന്ന്. ഒരു കുട്ടി വന്നിട്ട് അച്ഛൻ്റെ ആനെ തോക്കടിച്ച് മാറ്റിയിട്ട് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് പെട എല്ലാവരും വെടിവെച്ച് കൊല്ലും. അതാണ് സ്കൂൾ ഷൂട്ടിങ്. അപ്പോൾ ഈ സാൻഡി ഹൂക്ക് സ്കൂൾ ഷൂട്ടിങ് ഒരു കോൺസ്പിരസിയാണ്. അങ്ങനെ നടന്നിട്ടേ ഇല്ല. അവിടുത്തെ വിക്ടിംസൊക്കെ ആക്ടേഴ്സാണ്, ദ ക്രൈസിസ് ആക്ടേഴ്സാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവമുണ്ട്. ഈ ക്രൈസിസ് ആക്ടേഴ്സ് എന്നുള്ള വാക്ക് തന്നെ ചിലപ്പോൾ കൊണ്ടുവന്നത് ഇയാളായിരിക്കും. ഈ ക്രൈസിസ് ആക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫേക്ക് നെറേറ്റീവ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും ഈ CIA പോലത്തുള്ള ഏജൻസീസ് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്യും. ഇത്ര ഈ നമ്മുടെ ഇവിടെ ക്വാർട്ടറും കോഴി ബിരിയാണിയും കൊടുത്തിട്ട് ജാഥയ്ക്കൊക്കെ ആൾക്കാരെ എടുക്കില്ല. അതുപോലെ ഇത് ഈ ആക്ടേഴ്സ് ഇപ്പോൾ മക്കൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് കരിയുക. അപ്പോൾ അവരിന് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങളുടെ മകള് 10ാം ക്ലാസ്സിലാണ്, അത് കുത്തി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പതറും. പക്ഷേ അങ്ങനെ ചോദിക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ അവരെ കാണാം. അപ്പോൾ മാത്രമേ പിന്നെ കാണുള്ളൂ. പിന്നെ അവരുടെ അഡ്രസ്സ് ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ഒരു ക്രൈസിസ് ആക്ടേഴ്സുമാണ് ഇവിടെ ഫുള്ള്. കുറേ പേര് മരിച്ചിട്ടുണ്ടായിരുന്നു സാൻഡി ഹൂക്കിൽ. അപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സ്കൂൾ ഷൂട്ടിംഗ് നടത്തിയിട്ട്, ഒരു ഫേക്ക് സ്കൂൾ ഷൂട്ടിംഗ് നടത്തിയിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുക? പുള്ളി പറയുന്നത് ഈ ഗൺസ് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോക്രാറ്റ്സുകാരാണ് റിപ്പബ്ലിക്കൻസിനെതിരെ. റൈറ്റ് വിങ് ആണ് റിപ്പബ്ലിക്കൻസ്, ഡെമോക്രാറ്റ്സ് ലെഫ്റ്റ് വിങ്. അപ്പോൾ ഈ ലെഫ്റ്റ് വിങ് ആൾക്കാർ ഈ ഗൺസ് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോൺസ്പിരസി നടത്തിയതാണ്, അങ്ങനെ ഒരു ഫേക്ക് സംഭവം നടത്തിയതാണെന്നാണ് പുള്ളി അന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യലാണ്. കാരണം അറിയാമല്ലോ
കുട്ടികൾ മരിച്ചിരിക്കുമ്പോൾ ഇയാളുടെ ഇതാണ് ഞാൻ അപ്ലൈ പറഞ്ഞത്. ഈ കോൺസ്പിറസി പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇവരുടെ പേര് കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു വിടുന്നത്. കാരണം ഒരു സമയം ഇല്ലെങ്കിൽ, ഒരു സമയം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഭ്രാന്താണെന്ന് എല്ലാവരും പറയും. കാരണം ഒരു ഇഷ്യൂ നടന്ന് ഇത്ര വലിയ കുട്ടികൾ മരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഇതൊക്കെ ഫേക്കാണ്, ഇത് ഇവരൊക്കെ ഈ കാര്യങ്ങൾ അച്ഛനും അമ്മയൊക്കെ ആക്ടേഴ്സാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അവസ്ഥ. അപ്പം അങ്ങനെ പറഞ്ഞ ആളാണ്. അപ്പോൾ അതിനെതിരെ ഇയാളെ സൂ ചെയ്തു എല്ലാവരും. ഇപ്പോൾ ഇൻഫോവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഗ്രാമേ, ആ ഒരു എൻറ്റിറ്റി, കമ്പനി തന്നെ ഇയാൾക്ക് വിൽക്കേണ്ടി വന്നു. അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ അങ്ങനെ ആളുകാരെല്ലാം വെടിപ്പുള്ള ആളൊന്നുമല്ല, എല്ലാം ഇങ്ങനെ കോൺസ്പിറസിയാണ് പറയുന്ന ആളാണ്. കുറേയൊക്കെ ശരിയായിട്ടുണ്ട്, ഇയാൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഓക്കെ, അതുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമുക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് ബൊഹീമിയൻ ഗ്രൂസിൻ്റെ സമയം തൊട്ട് ഇയാൾ പറഞ്ഞ കുറേ കാര്യം ശരിയാണ്, എപ്സ്റ്റീൻ്റെ കാര്യം എല്ലാം ആണ്. പക്ഷേ ഇപ്പോൾ ഇയാൾ ട്രംപിൻ്റെ ആളായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ട്രംപിനെ കുറ്റം പറയാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ആൾ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇയാൾ 2010 ഒരു കാര്യം പറയുന്നത്. ഇയാൾ ഫുൾ റാൻസ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെയല്ലോ, മറ്റേ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ റാൻഡുകളാണ് ഫുള്ളി. അതിനാണ് പുള്ളി ഫേമസും. അപ്പോൾ പുള്ളി ഒരു റാൻറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വെർബേറ്റം വായിക്കാം. പുള്ളി എന്താ പറഞ്ഞത് നമുക്ക് വായിക്കാം. Reason there is so many gay people now is because it's chemical warfare operation. I have government documents where they say they are going to encourage homosexuality with chemicals so that people don't have children. അതായത് ഈ ഡീപോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ശരിക്കും ഉള്ള തന്നെയാണ്. ഇപ്പോൾ സൗത്ത് കൊറിയക്കാരും ജപ്പാൻകാരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അവിടെ ഒന്നും നെഗറ്റീവ് പോപ്പുലേഷനാണ്, ലൈക്ക് പീപ്പിൾ ആർ നോട്ട് ഹാവിങ് ചിൽഡ്രൻ. അത് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു മേജർ കാരണം, ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റിയാണ്. ഹോമോസെക്ഷുവാലിറ്റി അറിയാലോ, രണ്ടുപേരും ഒരേ സെക്സ് ആയിരിക്കും. സോ അവർക്ക് കുട്ടികളുണ്ടാക്കാൻ പറ്റില്ല. സോ അവരെന്ത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുമല്ലോ, എന്തോ പേര് പറയുമല്ലോ, എന്തോ പറയും ആ സംഭവം. അപ്പോൾ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തിട്ട് ഒരു ചിലപ്പോൾ അങ്ങനെ കുട്ടികളുണ്ടാക്കും, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്, കുട്ടികൾ വേണമെന്നുള്ളവർ. ഓക്കെ, പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഗേ പേരൻസിന് കുട്ടികളൊക്കെ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ടും ഇങ്ങനെ ഓരോന്ന് ഈ ഇതുപോലെ വേറെ ഗർഭപാത്രത്തിലൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യലുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷേ എന്നാലും കുട്ടികൾ ഉണ്ടാക്കുന്നത്, ഇവരായിട്ട് കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള പോപ്പുലേഷൻ റൈസും ഈ വേറെ മെത്തേഡ്സ് മുമ്പുള്ള റൈസും വ്യത്യാസമുണ്ട്. സോ ഈ സൗത്ത് കൊറിയൻ്റെയും ജപ്പാൻ്റെയും കേസ് ഭയങ്കര വേഴ്സാണ്. ലൈക്ക് അവർ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ആണ് ഈ നെഗറ്റീവ് പോപ്പുലേഷൻ, അതായത് ഗ്രോത്ത് ഇല്ല, ഡൗൺഫോളാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് മൊത്തത്തിൽ. കാരണം ആലോചിച്ച് നോക്കുക, അതായത് ജപ്പാനിൽ ജപ്പാൻകാരില്ല. അപ്പോൾ ഈ ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവരും ഇപ്പോൾ ഇന്ത്യക്കാർ കുറേ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജപ്പാൻ്റെ ആൾക്കാരില്ല, ജപ്പാൻ കൾച്ചർ അങ്ങനെ നശിക്കുന്ന ഒരു ഇതിലേക്കാണ് അത് അവസാനം എത്തുക. ഇപ്പമല്ല, കുറച്ച് കഴിയുമ്പോൾ എത്തുക. അപ്പോൾ അതിങ്ങനെ ഒരു സംഭവമുണ്ട്, ഡീപോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ പുള്ളി പറയുന്നത് ഇതാണ്, ഇതിലേക്കാണ് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഹോമോസെക്ഷുവാലിറ്റിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പോപ്പുലേഷൻ ആൾക്കാർ ഒരുപാട് ഉണ്ടാവാതിരിക്കാനും കുട്ടികൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് എല്ലാവരെയും ഗേയും ട്രാൻസും ആക്കുകയാണ്, വെള്ളത്തിലൊരു കെമിക്കൽ ആഡ് ചെയ്തിട്ട് എന്നാണ് പുള്ളി പറയുന്നത്. ഇത് 2010 പറഞ്ഞാണ്. പിന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കെമിക്കൽ വാർഫെയർ ഓപ്പറേഷനാണ്, ഇതാണ് ബർത്ത് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഹോമോസെക്ഷുവാലിറ്റീൻ്റെ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ കാണുന്നുണ്ട്. ഞാനിത് ആദ്യം കണ്ടിട്ടുണ്ട്, പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം 4 കോവിഡിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അന്ന് അതൊരു വെറുതെ റാൻഡ് പോലെ കണ്ടതാണ്, അല്ലാണ്ട് അതിനുള്ളൊരു ഉത്തരം കണ്ടുപിടിച്ചു, ഈ കോൺസ്പിറസി സത്യമായി മാറി, അങ്ങനെയൊന്നും എനിക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ നോക്കുമ്പോഴാണ് വേറൊരു കാര്യം നമ്മൾ കാണുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഫക്ഡ് അപ്പ്. ഓക്കെ,
ഇതാണ് നമ്മുടെ ആദ്യത്തെ കോൺസ്പിറസീൻ്റെ പാർട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അത് സത്യമാവുന്ന ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. ദർ ഈസ് എ കെമിക്കൽ, ഒരു വീഡ്സിനെതിരെ ഉപയോഗിക്കുന്ന വീഡ് കില്ലറാണ്. അതായത് നമ്മൾ പാടങ്ങളിലും കൃഷി സ്ഥലത്തൊക്കെ ഈ അനാവശ്യമായിട്ടുള്ള ചെടികൾ വരുമ്പോൾ അതിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഈ വീഡ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലുണ്ട്. അതിൻ്റെ പേരാണ് അട്രസൈൻ. ATRAZINE, അട്രസൈൻ എന്നാണ് അതിൻ്റെ പേര്. മെയിനായിട്ട് ചോളത്തിൻ്റെ ഈ കൃഷി ചെയ്യുന്നവിടെയും ഷുഗർ കെയിൻ്റെ അവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയത് 1959 ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് അഗ്രികൾച്ചർ കെമിക്കലാണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിനങ്ങനെ എന്താ പറയുക, ഇത് ഭയങ്കര സംഭവമാണ്, ഇത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഭയങ്കര കെമിക്കലാണ്, അങ്ങനെയൊന്നുമില്ല. ഇത് വർഷങ്ങളായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് അമേരിക്കയിൽ. ഓക്കെ, ഈ ഒരു സംഭവം എങ്ങനെയാണ് ആൾക്കാരെ ഗേ ആക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലൊക്കെ ഈ സെക്സ് ചേഞ്ചിന് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് വെള്ളം, അതായത് പാടത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ, ആ കെമിക്കൽ ഇട്ടിട്ട് അതിൽ നിന്ന് വരുന്ന വെള്ളം ഇറങ്ങിയിട്ട് അതിന് നമ്മുടെ വാട്ടർ സോഴ്സിൽ കലർന്നിട്ട്, കെമിക്കൽ അറിയാലോ, ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണിൽ നിന്ന് പോകുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അത് മഴ പെയ്യുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ മണ്ണിലേക്ക് ഇറങ്ങി നമ്മുടെ വാട്ടർ സോഴ്സിലെത്തി, ആ വാട്ടർ സോഴ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴോ എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് അവസാനം എത്തുക. ഇത് നമ്മൾ എന്തോ ഒരു സയൻസിൽ, ബയോളജിയിൽ എന്തോ ഒരു സാധനം പഠിക്കാനുണ്ട്, സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ എന്തോ ഒരു കെമിക്കൽ അവിടെ യൂസ് ചെയ്യും, അങ്ങനെ ഒരു ചാർട്ട്, ഫുഡ് ചെയിൻ പോലത്തെ ഒരു ചാർട്ടുണ്ട്, ഡീകമ്പോസിഷൻ ഓഫ് കെമിക്കൽ, എന്തോ സംഭവമുണ്ട്. അതായത് കെമിക്കൽ ഒരിക്കലും നശിക്കുന്നില്ല, അത് പോയി ഇപ്പോൾ കെമിക്കലുള്ള ഒരു ചെറിയ മൃഗത്തിനെ എലി കെമിക്കൽ കഴിക്കും, എലിനെ പാമ്പ് കഴിക്കും, പാമ്പിനെ വേറെ എന്തെങ്കിലും കഴിക്കും, കോഴി കഴിക്കും, അപ്പോൾ കോഴിനെ നമ്മൾ കഴിക്കും, അവസാനം ആ കെമിക്കൽ അവസാനം നമ്മുടെ മേലേക്ക് എത്തും. അപ്പം അങ്ങനെ ഒരു എന്തോ ഒരു സംഭവമുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ചെയിനില്ലേ, ആ ചെയിൻ അവസാനം എൻഡ് ചെയ്യുന്നത് നമ്മളെ മനുഷ്യന്മാരിലാണ്. കാരണം നമ്മളാണല്ലോ ഈ ഫുഡ് ചെയിൻ്റെ ഏറ്റവും മേലിരിക്കുന്ന ആൾക്കാർ, മേലെ അടിയില്ല എവിടെ ഇരിക്കുന്ന അവസാനം എത്തുന്ന ആൾക്കാർ. അപ്പോൾ ഇതെങ്ങനെ എത്തുന്നു നമുക്ക് ജസ്റ്റ് നോക്കി, ഇതെന്താണ് സ്റ്റഡി, ആര് സ്റ്റഡി നടത്തി, എപ്പോഴും നമ്മൾ ആലോചിക്കണം. നമ്മൾ എല്ലാത്തിലും പറയുന്നതാണ് സ്റ്റഡി നടത്തി, ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റഡി നടത്തി. അപ്പോൾ എന്തിന് സ്റ്റഡി നടത്തി, ഹൂ ഡിഡ് ദ സ്റ്റഡി, അല്ലെങ്കിൽ ആര് ഫണ്ട് ചെയ്തു സ്റ്റഡി. ഇപ്പോൾ ഒരു സ്റ്റഡി ഇത് പറഞ്ഞ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ റിസർച്ച് ചെയ്യാൻ പോകണു എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ചെയ്യില്ല, അങ്ങനെ അല്ലത്. അത് ഒരാളെ ഏൽപ്പിക്കുന്നത് ഒരു ഇത്ര രൂപ ഫണ്ട് കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പണി നിർത്തിയിട്ട് കോളേജ് പ്രൊഫസർമാരോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അവന്മാർ നിങ്ങളിങ്ങോട്ട് വാ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന പണി നിർത്ത്, നിങ്ങൾക്ക് എത്ര ഫണ്ട് തരാം, നിങ്ങൾ ഈ ഒരു സ്റ്റഡി നടത്ത്, അതിൻ്റെ റിസൾട്ട് കൊണ്ടുപോവാ, നമുക്ക് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റഡി നടത്തുക. അപ്പോൾ ദർ ഇസ് എ ഫണ്ടർ ടു ദാറ്റ്, ദർ ഇസ് എ ഗൈ ഹു ആക്ച്വലി ഡൂയിങ് ദ സ്റ്റഡി. അപ്പോൾ ഈ രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണ്ണി കണ്ടവന്മാരൊക്കെ ഉഡായിപ്പ് കാണിക്കുന്നവന്മാരൊക്കെ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ആ സ്റ്റഡി നമ്മൾ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ ഈ ഉഡായിപ്പ് കമ്പനീസ് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഫണ്ട് ചെയ്യുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ എന്നല്ല, ഉറപ്പായിട്ടും അവർ കൺട്രോൾ ചെയ്യും. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇയാൾ ഈ റിസർച്ച് ചെയ്തിട്ട് റിസൾട്ട് കൊണ്ടുവന്നാൽ നീ കാര്യം ചെയ്യ്, എനിക്ക് അവസാനം തരാനുള്ള ഫണ്ടിങ് ഇല്ല, അതൊന്നും എനിക്കില്ല, നീ വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ എഴുതി വെക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് വെരി എന്താ പറയുക, കോമൺ സെൻസ് കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ പബ്ലിക്കിലേക്ക് എത്തി, ഇതെന്താണ് സംഭവം, ഇതെന്ത് സ്റ്റഡിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1997 നോവാർട്ടിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്, സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് നോവാർട്ടിസ് ഒരു US ബേർക്ക്ലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു ബയോളജിസ്റ്റിനെ ഹയർ ചെയ്യാണ്. ഡോക്ടർ ടൈറോൺ ഹെയ്സ് എന്നാണ് ഇയാളുടെ പേര്, ഡോക്ടർ ഹെയ്സ് എന്ന് നമുക്ക് വിളിക്കാം. പുള്ളീനെ ഹയർ ചെയ്യണം ആര്, നോവാർട്ടിസ്. ഈ നോവാർട്ടിസ് എന്താണ്, അതൊരു ഫാർമ കമ്പനിയാണ് നോവാർട്ടിസ്. ഈ നോവാർട്ടിസാണ് അട്രസൈൻ ഉണ്ടാക്കുന്നത്.
അപ്പോൾ എന്തിനാണ് ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അട്രസൈൻ സേഫാണ്, ഒരു കുഴപ്പമില്ല, ഈ ആൾക്കാർ പറയണമെന്ന് കേൾക്കണ്ട, ഇറ്റ്സ് എ പെർഫെക്റ്റ് കെമിക്കൽ ടു യൂസ് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു റിസർച്ചറിനെ ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഒരു അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഒരാളിനെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അയാളുടെ റിസൾട്ട് വരട്ടെ, കണ്ടോ, നോക്കിക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ കെമിക്കൽ ഉണ്ടാക്കുന്ന ആ കമ്പനി തന്നെ ഹയർ ചെയ്ത ആളിലാണ് ഡോക്ടർ ഹെയ്സ് ടു സ്റ്റഡി അട്രസൈൻ ഇൻ ഫ്രോഗ്സ്. അതാണ് ഈ സ്റ്റഡീൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്ന സംഭവം. അതായത് ഈ മനുഷ്യന്മാരിൽ ഹ്യൂമൻ ട്രയൽസ് നടത്താൻ പറ്റില്ലല്ലോ, ഹ്യൂമൻ ട്രയൽസ് ആരും അപ്രൂവൽ കൊടുക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഈ എലികളിൽ, ഈ തവളകളിലൊക്കെയാണ് ഇത് സ്റ്റഡി നടത്തുക. അപ്പോൾ തവളകളിൽ പാടത്തൊക്കെ കാണുന്ന സാധനമാണല്ലോ, അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ കാണുന്ന സാധനമാണല്ലോ ഫ്രോഗ്സ്. അപ്പോൾ ഈ തവളകളിൽ സ്റ്റഡി നടത്തിയിട്ട് അട്രസൈൻ ഉപയോഗിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, അതാണ് സ്റ്റഡീൻ്റെ പേര്, ടു സ്റ്റഡി ദ എഫക്ട്സ് ഓഫ് അട്രസൈൻ ഇൻ ഫ്രോഗ്സ്. ഓക്കെ, അപ്പോൾ ഇവർ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നോ അതോ ഇവർക്ക് തന്നെ ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ലേ എന്നൊന്നും അറിയില്ല. അവർ തന്നെ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ വിചാരിച്ചു ഇതൊക്കെ ഒരു കുഴപ്പമില്ല, ഇതൊക്കെ നമ്മുടെ സാധനമല്ലേ, പൊളിക്ക് ബ്രോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തതെന്തോ ആണ്. അല്ലെങ്കിൽ ഇവർക്ക് എന്തോ പാളി, ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, ഇവരുണ്ടാക്കിയതാണ് കേട്ടോ, അത് ആലോചിക്കണം. ഇവർക്ക് എന്താ ഇവരുണ്ടാക്കിയെന്ന് ഇവർക്ക് അറിയില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അട്രസൈന് എങ്ങനെയാണ് ഇവർ ഈ സ്റ്റഡി നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യത്തെ സ്റ്റഡിയാണ്. ഇനി 2-3 ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത്, ഇപ്പോൾ ആലോചിക്കുന്നത് ഇത് ആദ്യത്തെ സ്റ്റഡിയാണ്. ഇത് ഡോക്ടർ ഹെയ്സ് എങ്ങനെ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മെയിൽ ഫ്രോഗ്സിനെടുത്തു, എന്നിട്ട് ഈ അട്രസൈനുള്ള വെള്ളത്തിൽ അതിനെ വിട്ടു കുറച്ച് കാലം. അപ്പോൾ കുറച്ച് കാലം വിട്ടപ്പോൾ ഈ മെയിൽ ഫ്രോഗ്സിനുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ടെസ്റ്റിസിൽ ഓവറിയൻ ടിഷ്യൂസ് ഫോം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ടെസ്റ്റിസ് ആണല്ലോ ആണുങ്ങളുടെ സെക്സ് ഓർഗൻ, ഓവറീസാണ് പെണ്ണുങ്ങളുടെ. അപ്പോൾ ആണുങ്ങളുടെ ഫ്രോഗ്സിൽ ഓവറിയൻ ടിഷ്യൂ ഫോം ചെയ്യാൻ തുടങ്ങി. ഓവറീസ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ലിറ്ററലി ടെസ്റ്റോസ്റ്റിറോൺ, മെയിലൊരു സംഭവം ഇത് പറയാൻ, ടെസ്റ്റോസ്റ്റിറോൺ കുറയാൻ തുടങ്ങി, ഈസ്ട്രജൻ കൂടാൻ തുടങ്ങി. ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈസ്ട്രജൻ ടാബ്ലറ്റ്സ് ആണ് കഴിക്കുക. എന്തിനാണ്? ഈ സെക്സ് ഓർഗാൻ ചെറുതാവാനും ഈ പെണ്ണുങ്ങളുടെ പോലത്തെ ബോഡി ഷേപ്പൊക്കെ കിട്ടാനും ഈ ബൂബ്സൊക്കെ വലുതാവാനും അങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് ഈസ്ട്രജൻ ടാബ്ലറ്റ്സ് ആണ് കഴിക്കുക ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ. ഇഫ് യു ആർ ട്രാൻസിഷനിങ് ഫ്രം മെയിൽ ടു ഫീമെയിലിൻ്റെ കാര്യമാണ് ഈസ്ട്രജൻ ടാബ്ലറ്റ്സാണ് കഴിക്കുക. അതേപോലെ ഫീമെയിൽ ടു മെയിൽ ആണെങ്കിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ കൂടാനുള്ള, ഈ മസിൽസൊക്കെ കൂട്ടാനും, ഈ ആണുങ്ങളുടെ പോലത്തെ ശബ്ദമൊക്കെ മാറാനുള്ള, ഈ പെണ്ണുങ്ങളുടെ പോലത്തെ ശബ്ദമല്ലാണ് ആണുങ്ങളുടെ ശബ്ദമാവാൻ ടെസ്റ്റോസ്റ്റിറോൺ ടാബ്ലറ്റ്സ് വേറെയുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ ട്രാൻസിഷനിങ് നടത്തുമ്പോൾ കഴിക്കുക. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഉള്ളത് ഇങ്ങനെ കണ്ടു. ഓക്കെ, അത് ഉള്ളത് തന്നെയാണ്. ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു സാധനമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഫക്റ്റ് ഉണ്ടായ ആ ഒരു ഒബ്സേർവ്ഡ് എഫക്ട്സ് ഉണ്ടായ ആ ഒരു കണ്ടീഷനില്ലേ, ആ കണ്ടീഷനിൽ എത്ര കോൺസെൻട്രേഷൻ ഓഫ് അട്രസൈൻ ഇവർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയാണോ ഈ സർഫസിലും, ഈ ഭൂമിയുടെ സർഫസിലും, ഈ അഗ്രികൾച്ചർ ഫീൽഡിലും, ഈ കിണറിൻ്റെ വെള്ളത്തിലും, ഈ അഗ്രികൾച്ചർ ഫീൽഡിൻ്റെ അടുത്ത് എപ്പോഴും കിണറുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ അഗ്രികൾച്ചർ ഫീൽഡിൽ എന്ത് കെമിക്കൽ ഇട്ടാലും അത് നേരെ കിണറിൻ്റെ വെള്ളത്തിലാണ് പോവുക. അപ്പോൾ ഈ കിണറ്റിൻ്റെ വെള്ളത്തിലും സർഫസിലും ഉള്ള അട്രസൈൻ്റെ അളവിനേക്കാളും കുറവാണ്, ഭയങ്കരമായിട്ട് കുറവാണ് ഇയാൾ ഇവിടെ ഉപയോഗിച്ച ഈ കോൺസെൻട്രേഷൻ. അതായത് ശരിക്കും പാടത്തുള്ള കെമിക്കലിനേക്കാളും ഭയങ്കര കുറവാണ് ഈ റിസർച്ചിന് ഉപയോഗിച്ചത്. ഒരു മിനിമം സാധനം ഇട്ടിട്ട് ഉപയോഗിച്ചതാണ്. അപ്പം തന്നെ ഈ ചേഞ്ചസ്
കാണാൻ തുടങ്ങി ഫ്രോഗ്സിൽ. മെയിൽ ഫ്രോഗ്സ് സ്റ്റാർട്ടഡ് ടു ട്രാൻസിഷൻ ടു ഫീമെയിൽ ഫ്രോഗ്സ്. ഇതാണ് ആ സ്റ്റഡി. അപ്പോൾ ഈ ഫണ്ട് ചെയ്ത നോവാർട്ടിസുകാർ എന്ത് ചെയ്ത്, നോവാർട്ടിസ് കമ്പനി അപ്പോഴേക്കും എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ കാരണം കൊണ്ടാണോ എന്നറിയില്ല, ഇത് 1997 ഈ ഇത് റിസർച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. 2000 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ നോവാർട്ടിസ് കമ്പനിക്ക് എപ്പോഴും ഉണ്ട്, ഇവരുടെ അഗ്രികൾച്ചർ ബിസിനസ് ഉണ്ട്. ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഈ വളങ്ങൾ, ഈ ഫെർട്ടിലൈസേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ആസ്ട്രാസെനക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഓർമ്മയുണ്ട് എല്ലാവർക്കും. ഈ കോവിഡ് വരുമ്പോൾ അവർ ഒരു വാക്സിനൊക്കെ ഉണ്ടാക്കിയത് ആസ്ട്രാസെനക്ക എന്ന് പറഞ്ഞിട്ട്, ആ ആസ്ട്രാസെനക്ക ആയിട്ട് മെർജ് ചെയ്ത് വേറൊരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. സിൻജെൻഡ എന്നാണ് ആ കമ്പനിയുടെ ഇപ്പോഴത്തെ പേര്. അപ്പോൾ ആക്ച്വലി ആട്രസൈൻ ഉണ്ടാക്കിയത് നോവാർട്ടിസുകാരാണ്. പക്ഷേ ഇപ്പോൾ 2000 ശേഷം ആ കമ്പനി ഇപ്പോൾ സിൻജെൻഡ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കമ്പനീൻ്റെ അണ്ടറിലാണ്. ആ റൈറ്റ്സും കാര്യങ്ങളെല്ലാം നോവാർട്ടിസുകാർ വിറ്റു. ഇപ്പോഴും നോവാർട്ടിസ് ഫാർമ കമ്പനിയാണ്. ഒരുപാട് ഈ മരുന്നുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ എന്താ പറയുക $1 ബില്യൺ ഒക്കെ റവന്യൂ ഉള്ള കമ്പനിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പബ്ലിക് കമ്പനിയാണ് കേട്ടോ. ആസ്ട്രാസെനക്കനെ അറിയാമല്ലോ, നമ്മൾ കോവിഡ് വന്നപ്പോൾ ഒരുപാട് കേട്ട പേരാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ്, ഇപ്പം നമ്മൾ ഇത് ആ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ആസ്ട്രാസെനക്ക പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കണോ, നമുക്കൊരു ചെറിയൊരു തോട്ട് വരില്ലേ? ഇത്രയേ ഉള്ളൂ. ആസ്ട്രാസെനക്ക കോവിഡിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അവന്മാർ പണ്ടേ ഉടായിപ്പാണ്, ഇതൊന്നും വിശ്വസിക്കേണ്ട, അതൊക്കെ എടുത്താൽ വല്ലതൊക്കെ ആവും എന്ന് നമുക്ക് തോന്നെങ്കിൽ നമ്മൾക്ക് ഈ കാര്യമൊക്കെ അറിയണ്ടേ? ഈ കാര്യമൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഈ മെയിൻ സ്ട്രീം മീഡിയ മാത്രം കണ്ടു കഴിഞ്ഞാൽ, ആസ്ട്രാസെനക്ക ഒരു വാക്സിൻ കണ്ടുപിടിച്ചേ അങ്ങനെ ആ സമയത്ത് ആലോചിച്ചു കേട്ടോ. ഇത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, പോയി പോക്കാണ്. ഇനി ഈ സിൻജെൻഡ കമ്പനി ഉണ്ടല്ലോ, അപ്പോൾ ഈ സിൻജെൻഡ കമ്പനിയാണ് ഇനി പറയുന്നത്. ഇപ്പോൾ ആക്ച്വലി നോവാർട്ടിസ് ആയിരുന്നാണ്, അത് നമ്മൾ ആലോചിക്കണം. സിൻജെൻഡ കാര്യം ഇത് റിജക്റ്റ് ചെയ്തു. പോടെ അവൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഹെയ്സിനെ ഓടിച്ചു വിട്ടു. ഇതൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അത് ആ ഫ്രോഗ്സിന് എളുപ്പമല്ല കുഴപ്പമുണ്ടാവും, അവർ മറ്റേ ബോൺ ഗേ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അറിയില്ല. അങ്ങനെയാണല്ലോ എല്ലാവരും പറയാം, ഐ വാസ് ബോൺ ഗേ എന്നൊക്കെയാണല്ലോ എല്ലാവരും പറഞ്ഞു. എനിക്ക് അറിയണ്ടായിരുന്നില്ല എത്രയും കാലം എന്നൊക്കെയാണല്ലോ പറയാം. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അങ്ങനെ നീ പറഞ്ഞിട്ട് ഇതൊന്ന് റിസർച്ച് ചെയ്യാൻ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, പടാന്ന് പറഞ്ഞു ഡോക്ടർ ഹെയ്സിൻ്റെ അടുത്ത്. ഡോക്ടർ ഹെയ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൈൻ ചെയ്തു. എന്നിട്ട് ഈ സ്റ്റഡി ഉണ്ടല്ലോ, ഇത് പുള്ളി തന്നെ ചെയ്തു. ഓക്കെ, അതായത് ഇവരുടെ ഫണ്ടിങ് ഉപയോഗിച്ച് ചെയ്തത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റഡി പുള്ളി തന്നെ റീഡിറ്റ് ചെയ്തു, ഒന്നുകൂടി ചെയ്തു, എന്നിട്ട് പബ്ലിഷ് ചെയ്തു 2002. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ 2002 ഫസ്റ്റ് സ്റ്റഡി ഏത് സിൻജെൻഡക്കാർ തുടങ്ങി വെച്ച ആ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്ത് 2002 ഇറക്കി. അതേപോലെ ഡോക്ടർ ഹെയ്സനെ 2010 വേറൊരു സ്റ്റഡിയും കൂടി നടത്തിയിട്ടുണ്ട് ഇതേ സബ്ജക്റ്റിൽ തന്നെ. അപ്പോൾ നമുക്ക് ഇനി ആ 2 സ്റ്റഡിയിൽ ഇയാൾ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് വെരി 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 ഫക്ഡപ്പ്. അത് നമുക്ക് പോവാം. അപ്പോൾ ഡോക്ടർ ടൈറോൺ ഹെയ്സും ഇയാളുടെ കുറേ കൊളീഗ്സും കൂടി ചേർന്നിട്ടാണ്. കാരണം റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫണ്ടിങ് ഒക്കെ ആവശ്യം വരും. അതിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഇപ്പോൾ എന്താണ് കുറേ ലാബ് കാര്യങ്ങൾ. ഇപ്പോൾ തവളയ്ക്ക് ഇവന് വലിയതല്ല, പാടത്ത് പോയി പിടിച്ചാൽ മതിയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതിങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക വിഭാഗം തവള തന്നെ വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ റിസർച്ചിന്. പിന്നെന്താണ്, പിന്നെ മെയിനായിട്ട് ഇവർക്ക് ജീവിക്കണമല്ലോ ആ സമയങ്ങളിൽ. ഈ റിസർച്ച് പറഞ്ഞാൽ 1-2 കൊല്ലം അല്ലല്ലോ, 3-4 കൊല്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും കൊല്ലം ഇവർക്ക് ജീവിക്കണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു ഫീസ് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും റിസർച്ചിൻ്റെ ഒരു ചിലവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റഡീൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കട്ടെ. 2002 സ്റ്റഡി ഇയാൾ ഒന്നുകൂടി ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ മെയിൽ ഫ്രോഗ്സിനെയൊക്കെ ഒഴിവാക്കി, അതിനൊക്കെ പാടത്തേക്ക് തന്നെ വിട്ടു. എന്നിട്ട് ഇയാൾ പുതിയൊരു സ്റ്റഡി നടത്തിയത് ടാഡ്പോൾസിലാണ്. അതായത് അറിയാമല്ലോ, ഫ്രോഗ്സ് മുട്ടയല്ല, ഇതിങ്ങനെ ചെറിയ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കാണില്ലേ, ചെറിയ ഇങ്ങനെ ഒരു
ചെറിയൊരു സാധനം ഇങ്ങനെ ഇളകണത്. അപ്പോൾ അതുപോലത്തെ ഈ ഫ്രോഗ് ആയിട്ടില്ല, ഫ്രോഗിൻ്റെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, അതായത് എന്താ പറയുക, ആ ഒരു ചെറിയ ഇത് ജനിച്ച ഉടനെ തന്നെ ഉള്ള ഫ്രോഗ്സിലാണ് ഇയാൾ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഡ്പോൾസിനെ ഈ അട്രിസൈൻ ഇൻഫ്യൂസ്ഡ് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്തു. അപ്പോൾ ആ ടാഡ്പോൾസ് എല്ലാം വലുതായപ്പോൾ, ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം, ഹെർമാഫ്രൊഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനുള്ള ഫ്രോഗുകളായിട്ട് മാറി. എന്താണ് ഹെർമാഫ്രൊഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ലൈക്ക് ഇവർക്ക് ഈ ഇങ്ങനെ ആട്രിസൈൻ ഉള്ള വെള്ളത്തിൽ വളർന്ന ടാഡ്പോൾസിന്, വളർന്ന് വലുതായ ഫ്രോഗ്സിന്, ദേ ക്യാൻ ഹാവ് ബോത്ത് സെക്സ് ഓർഗാൻസ്. മെയിൽ സെക്സ് ഓർഗാനും ഉണ്ടാവും, ഫീമെയിൽ സെക്സ് ഓർഗാനും ഉണ്ടാവും. ഓക്കെ, അതായത് ഇതൊരു പ്രത്യേക ഒരു കണ്ടീഷനായിട്ട് ഈ ടാഡ്പോൾസ് ജനിക്കുമ്പോൾ തന്നെ ഈ വെള്ളത്തിൽ, ഈ ആട്രിസൈനുള്ള വെള്ളത്തിൽ വളർന്നവർക്ക് വലുതായപ്പോൾ ദേ ആർ ബോൺ ട്രാൻസ് എന്നൊക്കെ പറയില്ല, അതായത് അവർക്ക് 2 സെക്സ് ഓർഗാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ റിസൾട്ട് ഹി ഗോട്ട് ഇൻ ഹിസ് ഓൺ സ്റ്റഡി. മറ്റവരുടെ സ്റ്റഡി എടുത്തിട്ട് റിസൈൻ ചെയ്തപ്പോൾ പിന്നീട് റിസർച്ച് ചെയ്തതിൽ കിട്ടിയതാണിത്. ഇവിടെയും നമ്മൾ ആ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇവിടെയും പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ഈ ആട്രിസൈൻ ലെവലുണ്ടല്ലോ, ഇത് 0.1 പാർട്സ് പെർ ബില്യൺ എന്നുള്ളൊരു കണക്കിലാണ് ഉള്ളത്. അതായത് 30 ടൈം ലോവർ ലെവൽസ് ദാൻ ഡ്രിങ്കിങ് വാട്ടർ. അമേരിക്കയിൽ EPA എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടനയുണ്ട്, അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്നാണ് ആ സംഘടനയുടെ പേര്. അപ്പോൾ ഈ EPA പറഞ്ഞൊരു കണക്കാണ്. ആ കണക്കിൽ വെച്ചിട്ട് 30% ലോവർ ലെവൽസ് ഓഫ് ആട്രിസൈനിലാണ് ഈ ടാഡ്പോൾസ് 2 സെക്സ് ഓർഗാൻസ് ഉള്ള ഫ്രോഗുകളായിട്ട് മാറിയത്. എന്താ ഇതിൻ്റെ ഒരു അപ്പോൾ 30 ടൈംസേ, പകുതിയോ മറ്റേ കാൽഭാഗമോ ഒന്നുമല്ല ആട്രിസൈൻ ഇട്ടത്, 30 ടൈംസ് ലോവർ, 0.1 പാർട്സ് പെർ ബില്യൺ എന്നുള്ളൊരു കണക്കിലാണ് ഈ ആട്രിസൈൻ ആ വെള്ളത്തിലേക്ക് ഇട്ടത്. ഈ EPA പറയുന്ന കണക്ക് പ്രകാരം വെച്ച് നോക്കുമ്പോൾ ഇത് 30 ടൈംസ് ലോവറാണ് അമേരിക്കയിലെ കുടിക്കുന്ന വെള്ളത്തിലുള്ളത്, ആൾക്കാർ കുടിക്കുന്ന വെള്ളത്തിലുള്ളത്. ഇതാണ് ഫസ്റ്റ് സ്റ്റഡി. ഞെട്ടിയില്ലേ? ഒരു സ്റ്റഡിയും കൂടിയുണ്ട്, ഞെട്ട ഒന്നുകൂടി റെഡിയായിരിക്കും. 2010 ഒരു സ്റ്റഡി കൊണ്ട് നടത്തി. ഈ സ്റ്റഡീൻ്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആട്രിസൈൻ ഇൻഡ്യൂസസ് കംപ്ലീറ്റ് ഫെമിനൈസേഷൻ ആൻഡ് കെമിക്കൽ കാസ്ട്രേഷൻ ഇൻ മെയിൽ ആഫ്രിക്കൻ ഫ്രോഗ്സ്. ആഫ്രിക്കയിൽ നിന്നുള്ള ക്ലോഡ് ഫ്രോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു ഫ്രോഗ്സ് ഉണ്ട്. അതിനെ കൊണ്ടുവന്നിട്ട് അതിലാണ് ഈ റിസർച്ച് നടത്തുന്നത്. ഇപ്പോൾ ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 40 ഫ്രോഗ്സ്, മെയിൽ ഫ്രോഗ്സിനെടുത്തിട്ട് ആട്രിസൈനിൽ വെള്ളത്തിൽ ഇട്ടു. ഓക്കെ, അത് ഇപ്രാവശ്യം എന്ത് ചെയ്ത് കുറച്ച് കൂട്ടി. നേരത്തെ 0.1 പാർട്സ് പെർ ബില്യൺ ആയിരുന്നു, ഇപ്പോൾ അത് എന്ത് ചെയ്ത് കുറച്ച് കൂട്ടിയിട്ട് 2.5 പാർട്സ് പെർ ബില്യൺ എന്നുള്ളൊരു കണക്കിലാണ് ഇപ്പോൾ ഇടുന്നത് ആട്രിസൈൻ വെള്ളത്തിൽ. എന്നിട്ട് 40 ഫ്രോഗ്സിനെ എടുത്തുട്ടാണ് 75% ഫ്രോഗ്സ്, 40 ഫ്രോഗ്സ് എടുത്തതിൽ 75% കെമിക്കലി കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ടു. കെമിക്കൽ കാസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് സെക്സ് ഹോർമോൺസ് ഇല്ലാതായി, അത് സെക്സ് ഹോർമോൺസ് വർക്ക് ചെയ്യാതെയായി, ഇമ്പോർട്ടൻ്റായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കെമിക്കലി കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട 75% ഫ്രോഗ്സ് മരിക്കുകയും ചെയ്തു ഈ റിസർച്ചിൻ്റെ ഇടയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റാണ്ട് ദേ ഡൈഡ് ബിക്കോസ് ഓഫ് ദി ഇന്നബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ഇൻ വൈൽഡ് എന്നാണ് ആ റീസൺ പറയുന്നത്, മരിച്ചത്.
10%, അതായത് 40 ഫ്രോഗ്സ്, 4 ഫ്രോഗ്സ് അവരുടെ ജെൻഡർ മാറി ഫീമെയിലായി. അതായത് ടാഡ്പോൾസിലിട്ടപ്പോൾ മറ്റേ 2 ജെൻഡേഴ്സുള്ള ഫ്രോഗിനെ കിട്ടി. ഒരു വളർന്ന് വലുതായിട്ടുള്ളൊരു മെയിൽ ഫ്രോഗ്സിനെ ഈ അട്രസൈനുള്ള വെള്ളത്തേക്ക് അത് കുറച്ച് കയറ്റിയിട്ട് 2.5 ഇട്ടപ്പോൾ 40 4 ഫീമെയിലായിട്ട് മാറി. ബാക്കി 36 മരിക്കുകയും ചെയ്തു. റീസൺ നോക്കുമ്പോൾ അവരെല്ലാം ഇമ്പോർട്ടൻ്റ് ആയി. ഈ മെയിൽ സെക്സ് ഓർഗൻസ് എല്ലാം ഇറ്റ്സ് ഗോൺ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ട് ആയി. ബാക്കി 36 4 നോക്കുമ്പോൾ ഫീമെയിലായിട്ട് ഇരിക്കുന്നു. മെഡിക്കൽ മിറാക്കിൾ. അപ്പോൾ ഈ 10% ഈ ഫീമെയിൽ ആയി എന്ന് പറഞ്ഞില്ല, ഇതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഒക്കറൻസാണ്. ഇത് ഈ ആംഫീബിയൻസിൽ വളരെ നാച്ചുറലായിട്ട് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇറ്റ്സ് വെരി അൺയൂഷ്വൽ, യു ഡോണ്ട് സേ. അപ്പോൾ ജെനറ്റിക്കലി മെയിലായിരുന്ന ഫ്രോഗ്സ് ഇപ്പോൾ ഫീമെയിലായിട്ട് അവർക്ക് വേറെ മെയിൽ ഫ്രോഗ്സിൻ്റെ അടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ കുട്ടികളെ ഉണ്ടാക്കാൻ വരെ പറ്റുന്ന രീതിയിലുള്ള മെയിൽ ഫ്രോഗ്സാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിത് അതായത് ഒരു പകുതി മ്യൂട്ടേഷൻ എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ പകുതി മ്യൂട്ടേഷൻ സംഭവിച്ചു അങ്ങനെയൊന്നുമല്ല. ഫുള്ള് ഈ 4 ഫീമെയിൽ ഫ്രോഗ്സ് ആയി എന്ന് പറയില്ലേ, ആ ഫീമെയിൽ ഫ്രോഗ്സ് വേറെ മെയിൽ ഫ്രോഗ്സിൻ്റെ അടുത്ത് പോയിട്ട് ഈ ആട്രസൈനുള്ള വെള്ളത്തിൽ നിന്നല്ലാത്ത വേറെ മെയിൽ ഫ്രോഗ്സിൻ്റെ അടുത്ത് പോയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ട് അത് കുട്ടികൾ വരെ ഉണ്ടായെന്ന് പറയുന്നു. ദേ ക്യാൻ റീപ്രൊഡ്യൂസ് ഓൾസോ, ഇറ്റ്സ് പ്രൂവൺ. ഈ സ്റ്റഡിയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എനിക്കും ഇതൊക്കെ എന്താ സംഭവം, ഇങ്ങനെയൊക്കെ ഉള്ളതാണോ? അപ്പോൾ എന്താ റീസൺ? സയൻറ്റിഫിക് റീസൺ വിൽ ബി വെരി ബോറിങ്. പക്ഷെ അതായത് നമുക്കത് അറിയണമല്ലോ എന്താണ് ഇത് സംഭവം. അപ്പോൾ ഒരു സിമ്പിൾ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഈ അട്രസൈൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് ഒരു ജീനിനെ ആക്ടിവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അരോമറ്റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് ആൻഡ്രോജീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെയിൽ സെക്സ് ഹോർമോൺസ് ഉണ്ടല്ലോ, അതിനെ ഈസ്ട്രജനാക്കി മാറ്റും. അതായത് നമ്മുടെ എസ്ട്രജനാക്കി മാറ്റും. ആൻഡ്രോജീൻസിൽ നിന്ന് ഉള്ള മെയിൽ സെക്സ് ഹോർമോൺസിനെ ഈ എസ്ട്രജനാക്കി മാറ്റും, അതായത് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആക്കി മാറ്റും. ഒരു ജീൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് അരോമറ്റൈസ്. ആ അരോമറ്റൈസ് മെയിൽ സെക്സ് ഹോർമോൺസിനെ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആക്കി മാറ്റും ശരീരത്തിൻ്റെ അകത്ത്. അതാണ് ബേസിക്കലി അട്രസൈൻ എക്സ്പോസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അതായത് ഒരു ഹോർമോണൽ ഫ്ലിപ്പാണ് നടക്കുന്നത്. ഈ ടെസ്റ്റോസ്റ്റെറോൺ പോയിട്ട് ഈസ്ട്രോജനായിട്ട് മാറും. ഓക്കെ, അതാണ് ബേസിക്കലി നടക്കുന്ന ഒരു കാര്യം. മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇതും ഭയങ്കര ഫക്ഡപ്പാണ്. നമ്മൾ പറയും നമ്മുടെ നാട്ടിലാണ് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇപ്പോൾ പനീർ, ഇപ്പോൾ കുറച്ച് പേര് കുറേ മുന്നേ ഈ പനീറിൻ്റെ മുക്കി നോക്കുക, ഐഡിയനിൽ മുക്കി നോക്കുക, എന്നിട്ട് ഒറിജിനൽ പനീറാണോ അതാണോ. അപ്പോൾ ഇതൊന്നും റെഗുലേറ്റ് ചെയ്യാൻ FSSAI ഇല്ല, ആരുമില്ല. ഇതൊക്കെ നോക്കേണ്ട, ഫുഡ് സേഫ്റ്റിയൊക്കെ നോക്കേണ്ടവർ വെറുതെ പൈസ മേടിക്കാനും ഇതിന് മാത്രമേ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പറയും. ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെ. മറ്റെവിടെ നോക്കുന്നുണ്ടാവും, പോയി വെസ്റ്റേൺ കൺട്രീസ്, മറ്റേ ഫസ്റ്റ് വേൾഡ് കൺട്രീസിൽ, ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ വേറെ കുറച്ച് നോക്കുന്നുണ്ടാവും. അതേപോലെ അവർ നോക്കാത്ത ഇഷ്ടംപോലെ മേഖലയുണ്ട്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇത് പറയുന്നത്. 63 കൺട്രീസിൽ ഇത് ബാൻഡാണ്, അട്രസൈൻ ബാൻഡാണ്. 2004 യൂറോപ്പുകാർ ഇതിനെ ബാൻ ചെയ്തു. 2004 ഈ ഡേറ്റൊക്കെ ആലോചിക്കണേ. മറ്റേ ആളുടെ റിസർച്ച് പേപ്പർ വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ ഇതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഇവന്മാർ കുറേ തീരുമാനം എടുക്കും. ഇപ്പോൾ ഈ ആപ്പിളിൻ്റെ കേബിളിൽ ഇപ്പോൾ C ടൈപ്പ് ആയില്ലേ, അത് ആര് കാരണമാണ്? യൂറോപ്യൻ യൂണിയൻ കാരണം. ഇവന്മാരിങ്ങനെ കുറച്ച് ഇത് നൈസാണ്. അതായത് ഇവർ കുറേ രാജ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇവർ പറയും പറ്റില്ല, ഇതിങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ചെയ്തേ പറ്റുള്ളൂ. കമ്പനീസ് ആർ ഫോഴ്സ്ഡ് ടു ഡു ദിസ്.
ബിക്കോസ് ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഈ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വലിയ കുഴപ്പമില്ല. ആട്രിസൈനെ ബാൻ ചെയ്തു 2004. അത് പോരാഞ്ഞിട്ട് വേറെ 63 കൺട്രീസ് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിളെടുത്ത് നോക്കി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ മാർട്ടിൽ ഈ സാധനം വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആരെങ്കിലും കർഷകരുണ്ടെങ്കിൽ, മെയിനായിട്ട് ഷുഗർ കെയിനും കോണിനും ആണ് ഇന്ത്യയിലും യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഗൂഗിൾ പറയുന്നത്. ഹെർബിസൈഡ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇത് വരിക. പെസ്റ്റിസൈഡ് കാറ്റഗറിയിലല്ല എന്ന് തോന്നുന്നു, ഹെർബിസൈഡ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇത് വരുന്നതെന്നാണ് ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇന്ത്യൻ വേർഷൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആരെങ്കിലും കർഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആട്രിസൈൻ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് നിങ്ങൾ, എനിക്ക് ആരും പരിചയമില്ല, ഇല്ലെങ്കിൽ വിളിച്ച് ചോദിക്കായിരുന്നു. ഈ ഷുഗർ കെയിനൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകാരൊന്നും എനിക്കില്ല, അരിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയും, നിങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞാലും മതി, ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അമേരിക്കയിൽ ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, അതാണ് ഞാൻ അപ്ലൈ പറഞ്ഞ. ഈ അമേരിക്കയിലെ ആൾക്കാർ ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ ഫുഡ് സേഫ്റ്റിൻ്റെ കാര്യത്തിലേക്കൊക്കെ പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല, നോക്കിയോ. അതായത് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ അവർ വീറ്റ് കില്ലേഴ്സാക്കി യൂസ് ചെയ്യുന്നതിൻ്റെ കെമിക്കൽസിൽ സെക്കൻഡ് സ്ഥാനത്താണ് ആട്രിസൈൻ. 70 മില്യൺ പൗണ്ട്സാണ് ഒരു കൊല്ലം അമേരിക്കയിൽ യൂസ് ചെയ്യുന്നത് പെർ ഇയർ. ഇത് എപ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്നുണ്ടറിയോ? 59 കണ്ടുപിടിച്ചതാണ്. അപ്പോൾ 59 ഇപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഇത്രയും ഉണ്ടാവില്ല, എന്നാലും 50 തൊട്ട് യൂസ് ചെയ്ത സാധനമാണ്. 33 മില്യൺ അമേരിക്കക്കാർ ഇതുമായിട്ട് എക്സ്പോസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. 33 മില്യൺ ആൾക്കാർ, അത് ഡ്രിങ്കിങ് വാട്ടറും അവർ ഉപയോഗിക്കുന്ന വെള്ളവും എല്ലാത്തിലും കൂടിയായിട്ട്. EPA നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയാണ്. അവർ തന്നെ ഒരു ടെസ്റ്റ് നടത്തി. അതിൽ ഈ ആട്രിസൈന് ഈ മിഡ് വെസ്റ്റേൺ കൺട്രീസ് ഉണ്ട്, അവിടെയാണ് കൃഷിയൊക്കെ നടത്തുന്നത്. ഈ ഈസ്റ്റും വെസ്റ്റും ഉണ്ട്, ന്യൂയോർക്ക് ഇപ്പുറത്തും കാലിഫോർണിയ ഇപ്പുറത്തും. അതൊക്കെയാണ് അമേരിക്കയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്. ഈ മിഡ് വെസ്റ്റേൺ കൺട്രീസ് വന്നിട്ട് ഇങ്ങനെ കുറച്ച് നടുക്ക് കുറേ രാജ്യങ്ങളുണ്ട്. ഈ ഇല്ലനോയ്, ഇൻഡ്യാന, മിഷിഗൻ, ഒഹയോ, വിസ്കോൺസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഈ മിഡ് വെസ്റ്റേൺ സ്റ്റേറ്റുകളുണ്ട്. മിസോറി, മിൻസോട്ട, നെബ്രാസ്ക എന്നൊക്കെ പറഞ്ഞിട്ട്, സൗത്ത് ഡെക്കോട്ട, നോർത്ത് ഡെക്കോട്ട, അങ്ങനെ കുറേ സ്റ്റേറ്റുകളുണ്ട് അവിടെ. അപ്പോൾ അവിടേക്കാണ് ഈ കൃഷികൾ, ലാർജ് സ്കെയിൽ കൃഷികളാണ് നടത്തുന്നത്. ഈ സോയാബീൻ, ഈ ചോളം, മെയിനായിട്ട് ചോളമൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. മൊത്തം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 349 മില്യൺ ആൾക്കാരുണ്ട്. അതിലെ 10%, ഓൾമോസ്റ്റ് 10% ആൾക്കാർ എക്സ്പോസ്ഡ് ആണ്. 33 മില്യൺ ആൾക്കാർ ഈ ഒരു കെമിക്കലിന് എക്സ്പോസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ EPA ഈ ഒരു ടെസ്റ്റ് നടത്തിയതിൽ ഈ മിഡ് വെസ്റ്റേൺ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടല്ലോ, അത് ഈ ആട്രിസൈൻ്റെ ലെവല് എക്സീഡ് ചെയ്തു ഡ്രിങ്കിങ് വാട്ടറിൽ എന്നാണ് പറയുന്നത്. ഒരു നോർമൽ ലെവൽ ഇവർ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ EPA നടത്തിയ സ്റ്റഡിയിൽ തന്നെ അത് കണ്ടുപിടിച്ചു ഈ ആട്രിസൈൻ്റെ ലെവൽ ഡ്രിങ്കിങ് വാട്ടറിൽ മിഡ് വെസ്റ്റേൺ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ കൂടുതലാണ് എന്ന്. അതിപ്പോഴും ലീഗലാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. റെസ്ട്രിക്റ്റഡ് യൂസാണ്, അതായത് ഒരു സർട്ടിഫിക്കറ്റൊക്കെ വേണം യൂസ് ചെയ്യാൻ, പക്ഷേ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. WHO പറഞ്ഞത് ഡിസംബർ 2025 ഈ ആട്രിസൈനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. WHO വലിയ മറ്റവന്മാരാണല്ലോ WHO. പ്രോബബിൾ കാർസിനോജൻ ടു ഹ്യൂമൻസ് എന്ന് ഇത് ക്യാൻസറും ഉണ്ടാക്കുന്ന WHO പറഞ്ഞിട്ടുണ്ട്. പ്രോബബിൾ എന്നുള്ള വാക്ക് മുന്നിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ഇതിൽ കയറി പിടിക്കുക വരും, ഉറപ്പല്ലോ. അപ്പോൾ ഈ അമേരിക്കയുടെ EPA എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിസ്മിസ് ചെയ്തു. ഈ WHO ഈ ഒരു കണ്ടുപിടുത്തം ഉണ്ടല്ലോ 2025, ഇത് ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് അത് ചെയ്തത്, നവംബർ 2025 WHO പറഞ്ഞത്. അപ്പോൾ അതിനെ ഡിസ്മിസ് ചെയ്തു. കാരണം എന്താ ഡൊണാൾഡ് ട്രംപ് ജയിച്ചപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്താ? ഞങ്ങൾ WHO ഞങ്ങൾ വിഡ്രോ ചെയ്യാണ്, യുവന്മാരുടെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട, പോടാന്ന് പറഞ്ഞിട്ട് WHO ചവിട്ടി പുറത്താക്കി. അത് കൺഫേം ആയിട്ട് പുറത്തായത് ജനുവരി 22, 2026
ട്രംപ് ജയിച്ചപ്പോൾ 2025 ജയിച്ചപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് കുറേ എഴുതിയതിൽ ആദ്യത്തെ ജനുവരി 2025 ഒരു കൊല്ലം മുന്നേ ഇത് പാസ്സാവുന്നതിൻ്റെ ഒരു കൊല്ലം മുന്നേ എഴുതി എക്സിക്യൂട്ടീവ് ഓർഡർ ഞങ്ങൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് വിഡ്രോ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ഇവരുടെ സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വിഡ്രോ ചെയ്തു. അപ്പോൾ WHO പറഞ്ഞത് കേൾക്കേണ്ട ആവശ്യമില്ല ഈ പേക്ക്. WHO ഇപ്പം ഇല്ലല്ലോ. ഇനി ഇതിന് എപ്പോഴും എന്ത് സ്റ്റഡി നടത്തി, ഇപ്പോൾ ഇത് വലിയൊരു കോർപ്പറേഷനെതിരെ സ്റ്റഡി നടത്തി അല്ലെങ്കിൽ വലിയൊരു കോർപ്പറേഷനെതിരെ കേസിന് പോയി എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ്റെ മേലെ ഒരു സംശയം അല്ലെങ്കിൽ ഇവന്മാർ ചെയ്യുന്നത് തെറ്റാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ആരാണോ നല്ലത് ചെയ്യാൻ നോക്കുന്നത് അവനെ തടുത്ത് നിർത്തുക, അവനെ കൊല്ലാൻ നോക്കുക, അവനെ മാനസികമായി തളർത്തുക. പല രീതിയിലും ഒരാളുടെ മാനസികമായി തളർത്താൻ വലിയ പണിയൊന്നുമില്ല. അത് ആ പണി അറിയുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി ചെയ്ത് വെച്ചോളും. ജസ്റ്റ് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസും വരും, കഴിഞ്ഞു. അത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡോക്ടർ ഹെയ്സിനെ എന്തൊക്കെ ഇവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1997 ഇവരെന്നെ ഹയർ ചെയ്ത ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഹെയ്സിനെ ഇവരെന്നെ ഹയർ ചെയ്ത ആളാണ്. എന്നിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഹെയ്സിന് ഇത് പബ്ലിഷ് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഈ എക്സ്പെരിമെൻറ്റ് നമുക്കൊരു ഡിഫറെൻറ്റ് ഫ്രോഗ് സ്പീഷീസിനെ വെച്ചിട്ട് ഒന്നുകൂടെ റീഡൂ ചെയ്യുക എന്നായിരുന്നു കമ്പനി പറഞ്ഞ ഒരു സംഭവം. എന്തിനാണത്? മാക്സിമം ഇനിയും വൈകിക്കാൻ. അതായത് മാക്സിമം വൈകിച്ചിട്ട് ഇയാളെ ചിലപ്പോൾ കൊല്ലാനും നീ റിസർച്ചിൻ്റെ ഇടയിൽ ശാസ്ത്രജ്ഞൻ കൊഴിഞ്ഞു വീണ് മരിച്ചു എന്ന് പറയാലോ. എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ മതി, ഇങ്ങനെ എന്തെങ്കിലും ടിക്ക് എന്നുള്ള സാധനം, അതിൽ ആൾ ഡെഡ്. അപ്പോൾ അങ്ങനെ മാക്സിമം ഈ ഫസ്റ്റ് സ്റ്റഡി ഇയാൾ എന്നിട്ട് റിസൈൻ ചെയ്ത് പോയിട്ട് സ്വന്തമായിട്ടാണ് ഈ സ്റ്റഡി നടത്തിയത്. ഇയാൾ ഇവരുടെ ഫണ്ടിങ്ങിൽ നിന്ന് പുറത്ത് വന്നു. അപ്പോൾ ഇവരുടെ ഫണ്ടിങ് ഉള്ളപ്പോൾ ഇവർ മാക്സിമം ഇയാളിനെ സ്റ്റോൾ ചെയ്യാൻ നോക്കിയത്, ഡിലേ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആണ് ഒരു കാര്യം. പിന്നെ ഒരു പാനൽ മെമ്പർ, ഈ സിഞ്ചൻ്റെ കമ്പനിയിലെ ഒരു പാനൽ മെമ്പർ പറഞ്ഞത്, ഇറ്റ്സ് എവ്രിബഡീസ് ബെനിഫിറ്റ് ഫോർ ഡോക്ടർ ടു ഗോ സ്ലോ ദാറ്റ് ഹി വുഡ് ഗെറ്റ് പെയ്ഡ് മോർ ടു ഡു നത്തിങ്. അതാണ് വേറെ സംഭവം. അതായത് നിങ്ങൾക്കല്ല സുഖമല്ലേ, നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യമാണ്, ഞങ്ങൾ പൈസ തരാം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഉറപ്പാ, മിണ്ടാണ്ടിരിക്കി, ഒരു സ്ഥലത്ത് മിണ്ടാണ്ടിരുന്നാൽ മതി, പൈസ തരാം, റിസർച്ച് എന്ന് പറഞ്ഞാൽ മതി, റിസർച്ചൊന്നും ചെയ്യണ്ട, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമല്ലേ, ഞാൻ ചെയ്തുകൂടെ എന്ന് ഒരു പാനൽ മെമ്പർ ഡോക്ടറിനോട് പറഞ്ഞു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെയാണ് ഡോക്ടർ റിസൈൻ ചെയ്യുന്നത് 2002 വരെ. 2000 റിസൈൻ ചെയ്യുന്നത്. അപ്പോഴാണ് കമ്പനി മാറുന്നത്. അതെല്ലാം ഒരു എന്താ പറയുക, ഒരു ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഒരു റിസർച്ച് വരുന്നു, റിസർച്ച് അവരിനെ എക്സ്പോസ് ചെയ്യുന്നതായപ്പോൾ കമ്പനി മെർജ് ചെയ്യുന്നു വേറെ കമ്പനിയായിട്ട്, എന്നിട്ട് പുതിയൊരു പേരിൽ കമ്പനി ആവുന്നു. പിന്നെ നോവാർട്ടിസിന് കാരണം നോവാർട്ടിസിന് ആക്ച്വലി ഇതൊരു ലയബിലിറ്റിയാണ്. നോവാർട്ടിസിൻ്റെ മെയിൻ ബിസിനസ് അഗ്രോ ബിസിനസ് അല്ല, അവരുടെ ഫാർമ ബിസിനസ്സാണ്. നിങ്ങൾ അങ്ങനെ ആലോചിക്കണം. ഒരു കോർപ്പറേറ്റ് ലെവലിൽ ആലോചിക്കുമ്പോൾ ഈ അഗ്രോ ബിസിനസ് അവരുണ്ട് എന്നുള്ളൂ, അതല്ല അവരുടെ മെയിൻ ബിസിനസ്. അപ്പോൾ അവരൊരു സബ്സിഡറി ഇങ്ങനൊരു റിസർച്ച് നടത്തി പണി വാളും, ആ പണി വാളിക്കഴിഞ്ഞാൽ അത് അവരുടെ നോവാർട്ടിസിൻ്റെ പേര് അതിൽ വരും എന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ അപ്പം അങ്ങനെ ആയിരിക്കണം അവർ ആ മെർജർ പെട്ടെന്ന് ചെയ്തത്. നമുക്കിപ്പോൾ അത് പെട്ടെന്ന് ചെയ്താണ്, ഇപ്പോൾ നിങ്ങൾ ഇത് പെട്ടെന്ന് ചെയ്താണോ എന്ന് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ടൈം ലൈൻ എടുത്ത് നോക്കുമ്പോൾ ആവാം, ആയിക്കൂടായികയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഹെയ്സ് റിസൈൻ ചെയ്യുന്നു. പിന്നെ ഈ നോവാർട്ടിസും സിഞ്ചൻ്റെയും കൂടെ ഈ ഒരുപാട് കോഡ് ഡോക്യുമെൻറ്റ്സ് അൺസീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറേ കോഡ് ഡോക്യുമെൻറ്റ്സ് അൺസീൽ ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് വന്നിട്ടുണ്ട് 2013. അപ്പോൾ അതിൽ അവരുടെ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻറ്റേർണൽ മെമ്മോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ കോർ ഡോക്യുമെൻ്റാണ്, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതിൽ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഡിസ്ക്രെഡിറ്റ് ചെയ്യണം ഡോക്ടർ ഹെയ്സിനെ. ഓക്കെ, ഇയാളുടെ വൾണറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യണം, ഇയാളുടെ പ്രൈവറ്റ് ലൈഫ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഒരു നറേറ്റീവ് നമ്മൾ കൺട്രോൾ ചെയ്യണം.
എങ്ങനെ കൺട്രോൾ ചെയ്യണം? നമ്മൾ വേറെ സയൻറ്റിസ്റ്റുകളെ ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ട് കോൺട്രഡിക്റ്റിംഗ് സ്റ്റഡീസ് അല്ലെങ്കിൽ കോൺട്രഡിക്റ്റിംഗ് റിസർച്ച് പേപ്പേഴ്സ് അവരെ കൊണ്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമാക്കണം എന്ന് വരെ ഈ കോർ ഡോക്യുമെൻറ്റിൽ പറയുന്നുണ്ട്. 2013 അത് പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും എന്ത് ഇൻറ്റിമിഡേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇയാളെ കൊണ്ട് ഈ റിസർച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം എന്ന് കോർ ഡോക്യുമെൻറ്റ്സ് സീൽ ചെയ്ത്, ഇത്രയും കാലം സീൽ ചെയ്ത് വെച്ച കോർ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് 2013. സോ ദാറ്റ് പ്രൂവ്സ് ദേ ആർ ഗിൽറ്റി. ഓക്കെ, അല്ലാണ്ട് ഇത് ഇപ്പോൾ അവർക്ക് ഒരു പേടിക്കുക ഇതാണ് മറ്റേ കനമുള്ളവരും മടിയിൽ കനമുള്ളവരല്ലേ പേടിക്കട്ടു, മടിയിൽ കനമുള്ളവരല്ലേ പേടിക്കട്ടു, അങ്ങനെ എന്തോ പറയുമല്ലോ. അതായത് ഇപ്പം ഇവർ ഗിൽറ്റി ഒന്നും അല്ല, ഞങ്ങൾക്ക് നിങ്ങളെന്തോ റിസർച്ച് ചെയ്തോ 10 തവള 50 തവള 100 തവള ആഫ്രിക്കൻ തവള യൂറോപ്പ് തവള അമേരിക്കൻ തവള എന്തോ യൂസ് ചെയ്തോ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, വി ആർ കോൺഫിഡൻറ്റ് ഇൻ അവർ പ്രൊഡക്റ്റ് എന്നിട്ട് വേണമെങ്കിൽ ഇരിക്കായിരുന്നു. പക്ഷെ അങ്ങനെ അവർ ചെയ്യുന്നില്ല. അതാണ് സംഭവം. സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ ശാസ്ത്രജ്ഞന്മാർ മരിക്കുകയാണ് പതിവ്. നമ്മൾ തന്നെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്തത് ഇതുതന്നെയാണ്. 13 സയൻറ്റിസ്റ്റുകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതാണ് ഈ സയൻറ്റിസ്റ്റുകൾ മിസ്സിങ് എന്ന് പറയുമ്പോൾ റീസൺ ഈസ് ലൈക്ക് ഒബ്വിയസ് റീസൺസ്. അവർ എന്ത് റിസർച്ച് പേപ്പറാണ് അപ്പോൾ ചെയ്യുന്നത്, ആരാണ് അതിൻ്റെ ഫണ്ടിങ്, ഏത് ടോപ്പിക്കിലാണ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ റിട്ടയർ ആയിട്ടുള്ളവരാണെങ്കിൽ അത് അവർ എന്തെങ്കിലും സീക്രട്ട് പണ്ട് കണ്ടുപിടിച്ചായിരിക്കും, അതിപ്പോൾ പുറത്ത് വിടണ്ട. കാരണം അവർ വല്ല ബുക്ക് എഴുതിയേ, അവർ വല്ല മെമ്മോറ എഴുതിയേ, അങ്ങനത്തെ എന്തെങ്കിലും മറ്റേ പണ്ടത്തെ ഓർമ്മകൾ എഴുതി എന്തെങ്കിലും പബ്ലിഷ് ചെയ്യാൻ പോവുക എന്തെങ്കിലും ആയിരിക്കും റിട്ടയർ ചെയ്തിട്ട്. അപ്പോൾ അതിന്ന് പണ്ടത്തെ സീക്രട്ട് പുറത്ത് വരണ്ടെന്ന് പറഞ്ഞിട്ട് കൊല്ലുമായിരിക്കും, അല്ലെങ്കിൽ അവരെ മിസ്സിങ് ആക്കുകയായിരിക്കും. സിമ്പിൾ. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ അതും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇയാളെ ഉപദ്രവിച്ച രീതികൾ നോക്കി, ഇതിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊരു കാര്യമില്ല. ഫിസിക്കൽ സ്റ്റോക്കിങ് വരെ ഇയാളെ ചെയ്തിട്ടുണ്ട്. അതായത് ഇയാളുടെ സ്റ്റുഡൻസും ഇയാളുടെ കൊളീഗ്സും ഒരു കാര്യം നോട്ട് ചെയ്യുന്നുണ്ട്. ഇയാളൊരു റിസർച്ച് US ബേർക്ക്ലിയിൽ യൂണിവേഴ്സിറ്റിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബേർക്ക്ലി യൂണിവേഴ്സിറ്റിയിൽ ഇയാൾ പറയാം ലെക്ചേഴ്സിന് പോവും, സെമിനാർസിന് അങ്ങനെയൊക്കെ പോവുമായിരിക്കും. ഇവരൊക്കെ സയൻറ്റിസ്റ്റുകളാണല്ലോ. അപ്പോൾ അങ്ങനെ ഇയാൾ വരുന്ന സ്പീച്ച് ചെയ്യാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇയാളിൻ്റെ എന്തെങ്കിലും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ കുറച്ച് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇയാളുടെ സ്പീച്ചും ഇയാളുടെ സെമിനാർ നടക്കുമ്പോൾ അവിടെ വന്നിട്ട് ഇയാളെ കളിയാക്കിയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ച്, മനസ്സിലായോ? അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഇയാളൊരു കോമാളി പോലെ ആക്കിയാൽ നോക്കുന്ന രീതിയിൽ ഇയാളുടെ ക്ലാസ്സിൽ മാത്രം, ഇയാൾ അവിടെ ഉണ്ടോ കുറച്ച് പേര് എക്സ്ട്രാ അവിടെ ഉണ്ടാവും, കുട്ടികളല്ലാത്ത കുറേ ആൾക്കാർ, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഇയാളുടെ സ്റ്റുഡൻസും കൊളീഗ്സും നോട്ട് ചെയ്തിട്ട് അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്. ഇത് അവർ നോട്ട് ചെയ്തത് മാത്രമല്ലാണ്ട് ഈ സിഞ്ചൻ്റെ സ്പോക്സ് ഒരു വുമൺ ഉണ്ട്, അവർ ഈ കാര്യം കൺഫേമും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ അതിന് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. ഇനി ഡെമോക്രസി നൗവിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിന് ഹെയ്സ് പറഞ്ഞിട്ടുണ്ട്, ഈ സിഞ്ചൻ്റെ ഇൻഹൗസ് ടോക്സിക്കോളജിസ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് സിഞ്ചൻ്റെ കമ്പനിയിൽ ഇൻഹൗസ് ടോക്സിക്കോളജിസ്റ്റ് ഉണ്ട്. ഈ കമ്പനീസിനൊക്കെ ആക്ച്വലി ഇൻഹൗസിൽ റിസർച്ച് ചെയ്യാനും ഇത് തവളയല്ല ചിലപ്പോൾ മനുഷ്യന് തന്നെ നോക്കാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, മനുഷ്യരിലൊന്നും നോക്കില്ല അവർ, പക്ഷെ വേണമെങ്കിൽ അവർക്ക് നോക്കുകയൊക്കെ ചെയ്യും. അതിപ്പോൾ 2 ഹോംലെസ് പേഴ്സൺ വഴി കിടക്കുന്നുണ്ട്, അവരെ തൂക്കിയിട്ട് വന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല, പേപ്പറിലോ ഒന്നുമില്ല, അവനിപ്പോൾ എന്ത് ചെയ്താലും നോൺ കെയർസ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, ടോക്സിക്കോളജിസ്റ്റൊക്കെ കയ്യിൽ തന്നെ ഉണ്ട്. ടിം പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ സിഞ്ചൻ്റെ ഇൻഹൗസ് ടോക്സിക്കോളജിസ്റ്റ്. അപ്പോൾ പുള്ളി ഈ പാസ്റ്റർ വന്നിട്ട് ഇയാളുടെ അടുത്ത് ഇയാളുടെ ചെവിയിൽ മറ്റേ വിസ്പർ ചെയ്യുന്ന പറയുന്നത്, മെല്ലെ പറയുന്ന മുന്നാടിരുന്നോ നിന്നെ കൊന്നു കളയും പറഞ്ഞിട്ട് ഇയാളെ ജീവനെ ഭീഷണിപ്പെടുത്തും ഇയാളുടെ അടുത്ത് വന്നിട്ട് എന്നാണ് പറയുന്നത്. ഇവരെന്തൊക്കെയോ സംസാരിക്കാനൊക്കെ പോകുമ്പോൾ, ഈ സെമിനാറിനൊക്കെ പോകുമ്പോൾ ഇവർ ഒരുമിച്ചായിരിക്കും, ഇവരൊക്കെ ഒരേ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ. അപ്പോൾ ഇയാൾ അടുത്ത് വന്നിട്ട് നിന്നെ കൊന്നു കളയടാ പന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു. ഇയാൾ തന്നെ ഡെമോക്രസി നൗ എന്നുള്ള ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഹീ കുഡ് ഹാവ് മീ ലിഞ്ച്ഡ്, സെൻഡ് മീ സം ഗുഡ് ഓൾഡ് ബോയ്സ് ടു ഷോ മീ വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ഗേ, ത്രട്ടൺ മൈ വൈഫ് ആൻഡ് ഡോട്ടർ വിത്ത് സെക്ഷൽ വയലൻസ്. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആര്? ഇവരുടെ സിഞ്ചൻ്റെക്കാരൻ്റെ ടോക്സിക്കോളജിസ്റ്റ് ആയിട്ടുള്ള ടിം പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ. അപ്പോൾ ഇത് പറഞ്ഞത് ഹെയ്സ് തന്നെയാണ്. ഇതിപ്പോൾ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നൊന്നും വേണ്ട, അവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർ തന്നെ കുറേ സയൻറ്റിസ്റ്റുകളെ ഹയർ ചെയ്തിട്ട് കുറേ ഫേക്ക് സ്റ്റഡി നടത്തിയിരുന്നു. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ 2007 നടന്നൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് EPA ഉണ്ടല്ലോ. അപ്പോൾ EPA ഒരു നോംസ് വെച്ചിട്ട് ഒരു സ്റ്റഡിയാണ് അവർ ഈ അട്രസൈനെ കുറിച്ച് അവർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി. EPA ഒരു ഏജൻസിയാണല്ലോ, അപ്പോൾ അവർക്ക് കുറേ റിസർച്ച് പേപ്പേഴ്സ് വന്നാൽ അതിൽ ഏതെങ്കിലും ഒന്ന് അപ്രൂവ് ചെയ്യാം. അപ്പോൾ അവർ അപ്രൂവ് ചെയ്ത 2007 അപ്രൂവ് ചെയ്ത ഒരു സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡി ആരാ ഫണ്ട് ചെയ്തിരിക്കുന്നത്? അത് സിഞ്ചൻ്റെക്കാരൻ്റെ. അതായത് EPA ഓൺ സയൻറ്റിഫിക് അഡ്വൈസറി പാനലുണ്ട്. അവർ ഈ തവളകളിലെ മാത്രം വെച്ചിട്ടല്ല, വേറെയും കുറേ സ്പീഷീസുകളിലെ വെച്ചിട്ട് ഇത് ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിമാർക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതും ഇഗ്നോർ ചെയ്തു EPA. എന്നിട്ട് ആകെ അപ്രൂവ് ചെയ്തിരിക്കുന്നത് സിഞ്ചൻ്റെ തന്നെ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്. ആ ഒരു സ്റ്റഡി മാത്രമേ EPA ഇതാണ് മെയിൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് എട്രസൈനെ കുറിച്ച് അപ്രൂവ് ചെയ്തിട്ടുള്ള ആകത്തെ ഒറ്റ സ്റ്റഡി. എങ്ങനെയുണ്ട്? പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്, ഇത് നമുക്ക് കൺഫേം ചെയ്യാൻ എത്രത്തോളം കൺഫേം ആണെന്ന് നമുക്കറിയില്ല. ആക്സെൻസ് എന്ന് പറഞ്ഞിട്ട് ഈ അഗ്രികൾച്ചർ ബിസിനസ്സിലുള്ള കുറേ ആൾക്കാരുടെ ഒരു ഏജൻസി പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ ആഡ്സ് ഇൻ്റർനെറ്റിൽ കുറേ ആഡുകൾ ഈ ഡോക്ടർ ഹെയ്സിൻ്റെ റിസർച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയെ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങൾ ഈ കാര്യങ്ങളും ഒഴിച്ച് ബാക്കി കുറേ കാര്യങ്ങൾ കിട്ടുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ അഗ്രി ബിസിനസ്സിലുള്ള ആ ഒരു ഏജൻസിൻ്റെ ആൾക്കാർ. പിന്നെ സിഞ്ചൻ്റെക്കാരൻ്റെ ഡോക്ടർ ഹെയ്സിൻ്റെ പേരിലുള്ള വെബ്സൈറ്റിൻ്റെ പേരുണ്ടല്ലോ, ആ പേര് അത് അവർ മേടിച്ചു എന്നാണ് വേറെയും ഒരു ആൾക്കാർ പറയുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെ ഇയാളൊരു പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് കൺട്രോളായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഇയാളുടെ പേരിൽ എന്തെങ്കിലും ആരും വെബ്സൈറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ URL പോയി ആദ്യമേ മേടിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിഞ്ചൻ്റെക്കാർ ഈ കാരണം കൊണ്ട് ഈ അട്രസൈൻ അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ് സിഞ്ചൻ്റെ സൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൂ ചെയ്ത കേസ് 8 കൊല്ലം കഴിഞ്ഞിട്ട് 2012 സെറ്റിൽ ചെയ്തു അവർ അട്രസൈൻകാരല്ല സിഞ്ചൻ്റെക്കാർ. അട്രസൈൻ ഉപയോഗിച്ച കമ്മ്യൂണിറ്റീസ്, അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് പോലത്തെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ പിന്നെ അവിടുത്തെ എല്ലാ ആൾക്കാരും കൂടി ചേർന്നിട്ട് ഒരു ആക്ഷൻ സൂട്ട് ഫയൽ ചെയ്ത് സൂ ചെയ്തു. 8 കൊല്ലം കേസ് നടത്തി 2012 കേസ് സെറ്റിൽ ചെയ്തു. അമേരിക്കയിൽ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കേസ് വിധി ആവണതിന് മുന്നേ പൈസ കൊടുത്തിട്ട് പിന്നെ ഇനി ആ കേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കേസിനെ മൂടി വയ്ക്കുക. ബേസിക്കലി അതാണ്. $105 മില്യൺ ആര് കൊടുത്ത്? സിഞ്ചൻ്റെക്കാർ അട്രസൈൻ അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസിന് കേസ് സൂ ചെയ്തിട്ട് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു. ഇത് കോടതിയിൽ വെച്ച് നടന്ന സംഭവമാണ്, നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പോൾ അട്രസൈൻ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ ജീവിക്കുന്ന ആൾക്കാർ കൊടുത്ത കേസിൽ കുറ്റക്കാരായതുകൊണ്ടാണല്ലോ പൈസ കൊടുത്തത്, ഇല്ലെങ്കിൽ അവർക്ക് കേസ് കൊടുത്താലോ ഇവർ നിരപരാധികളാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഇപ്പോഴും അമേരിക്കയിൽ സുഖമായിട്ട് ഈ സാധനം മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആക്കിയിട്ട്, അതായത് വെറുതെ പോയി മേടിക്കാൻ പറ്റില്ല, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് ഇപ്പോൾ വെറുതെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ കടയിൽ തന്നെ അടിച്ചു തരും, സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അറിയില്ല. ഇപ്പോഴും അവരൊന്നും അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഇതിങ്ങനെ സംഭവിക്കും. ഡോക്ടർ ഹെയ്സിൻ്റെ റിസർച്ച് ഒന്നും അവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. വേറെ ഈ WHO പറഞ്ഞ കാർസിനോജൻസ് ഉണ്ട് എന്നുള്ള, ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അതിനെയും അവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഒന്നും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും സാധനമുണ്ട് ഇതേ സംഭവത്തിൽ. അതായത് ഇപ്പോൾ അവിടെയൊക്കെ അമേരിക്കയിലാകുമ്പോൾ ഇത്രയും ഇതിങ്ങനെ ഒരു സംഭവമായി ഇതിനെക്കുറിച്ച് പറയാൻ 4 പേരെങ്കിലും ഉണ്ട്. ഓക്കെ, നമ്മളവിടെ ഇതേപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു കാര്യമുണ്ട്. ഇത് എല്ലാം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കും. ജസ്റ്റ് ഇതേപോലത്തെ വേറൊരു സംഭവമാണ്. അതായത് മിറ്റേനി SPA എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലൊരു കമ്പനി
ഫോറവർ കെമിക്കലായിട്ടുള്ള PFAS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ബ്രേക്ക് ഡൗൺ ആവില്ല. ഞാൻ നേരത്തെ ഒരു ചാർട്ട് പറഞ്ഞില്ല, അതായത് എപ്പോഴും അവസാനം കഴിക്കുന്ന ഫുഡ് ചെയിനിൽ അവസാനത്തെ ആളുടെ മേലെ അത് ഡെപ്പോസിറ്റ് ആവും. അതായത് ബ്രേക്ക് ഡൗൺ ആവാത്തൊരു കെമിക്കലാണ് ഈ കെമിക്കൽ. അപ്പോൾ ഇത് നേച്ചറിലോ ഹ്യൂമൻ ബോഡിയിലോ വന്ന് ഇങ്ങനെ അടിയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഇത് ഗ്രൗണ്ട് വാട്ടറിൽ കണ്ടാമിനേറ്റ് ആയി, ഇറ്റലിയിൽ വെച്ച് ആയി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫാക്ടറിനെ 3.5 ലക്ഷം ഉള്ള ആൾക്കാരുടെ വെള്ളം കൂടി മുട്ടി ഇവിടെ ഈ കെമിക്കൽ, ഈ PFAS എന്നുള്ള കെമിക്കൽ കാരണം അത് ലീക്കായിട്ട് കണ്ടാമിനേറ്റഡ് വെള്ളം ആയിട്ട് അവർക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ട് 3.5 ലക്ഷം ആൾക്കാരിനെ ബാധിച്ചു. അപ്പോൾ ഇത് ക്യാൻസർ, ഇൻഫെർട്ടിലിറ്റി, ഓർഗൻസ് നശിക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിട്ട് വൻ ഇഷ്യൂ ആയിരുന്നത്. കമ്പനി ബാങ്ക്രപ്റ്റായി 141 വർഷം ജയിലിന് വിധിച്ചു ഇതിൻ്റെ എക്സിക്യൂട്ടീവ്സിന്. ഓക്കെ, ഭയങ്കര സംഭവമാണ്. നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ടായിട്ട് പോലും ആരും ഇതുവരെ ജയിലിൽ വിട്ടായിട്ട് എനിക്കറിയില്ല. അതായത് അതിൻ്റെ കാരണക്കാരനൊക്കെ അപ്പം തന്നെ നാട് കടത്തി. പക്ഷേ ഇറ്റലിയിൽ അങ്ങനെയല്ല, അവർ പിടിച്ച് ജയിലിലിട്ട് 141 വർഷം ജയിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ഈ കമ്പനി ബാങ്ക്രപ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ലക്ഷ്മി ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാക്ടറി ഉണ്ടല്ലോ, ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ ഉണ്ടാക്കിയ ഫാക്ടറി, ആ ഫാക്ടറി പോയില്ല സാധനങ്ങളൊക്കെ പോയിട്ട് മേടിച്ചിട്ട്, പാർട്സൊക്കെ പോയി മേടിച്ചിട്ട് ചീപ്പായിട്ട് കിട്ടുമല്ലോ, ബാങ്ക്രപ്റ്റാണ് കമ്പനി, ജപ്തി ചെയ്യാൻ നിൽക്കണം. രത്നഗിരി മഹാരാഷ്ട്രയിൽ യെല്ലോ സ്റ്റോൺ ഫൈൻ കെമിക്കൽസ് എന്നുള്ള വേറൊരു പേരിൽ, അതായത് ലക്ഷ്മി ഓർഗാനിക്കിൻ്റെ പേരിലല്ല, വേറൊരു സബ്സിഡറി കമ്പനി ഉണ്ടാക്കിയിട്ട് യെല്ലോ സ്റ്റോൺ ഫൈൻ കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കൽ കമ്പനിയുടെ പേരിൽ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക. എവിടെ? നമ്മുടെ മഹാരാഷ്ട്രയിൽ. വാട്ട് ദ ഫക്ക്. അപ്പോൾ ഇതൊക്കെ ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്തിട്ടായിരിക്കും അല്ലേ വന്നിട്ടുണ്ടാവുക, അറിയില്ല. ഇന്ത്യയിൽ ഇതുപോലെ ഇഷ്ടംപോലെ കേസുണ്ട്. ഇന്നാൾ മധ്യപ്രദേശിൽ ഈ കോൾഡ് റിഫ് എന്ന പേരിൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന സിറപ്പുണ്ട്, ചുമയ്ക്ക് കൊടുക്കുന്ന സിറപ്പ്. അത് കഴിച്ചിട്ട് 25 പേരാണ് കുട്ടികൾ മരിച്ചത്. കുട്ടികൾ പറഞ്ഞാൽ ഭയങ്കര ചെറുത്, 3-4 വയസ്സൊക്കെയാണ് മാക്സിമം ഉള്ളത്. കിഡ്നി ഫെയിലിയറായിട്ട്. ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് അതിൻ്റെ പേര്. തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കോൾഡ് റിഫ് എന്ന പേരിൽ ചുമയ്ക്ക് കൊടുക്കുന്ന സിറപ്പ്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മരിക്കുന്നത് വരെ ആരും കണ്ടിട്ടില്ല. ഇതിന് ചെക്ക് ചെയ്യാൻ, ക്വാളിറ്റി ചെക്കിനോ ഇതെന്താ സാധനം. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഇതൊരു 50 എഴുതി, നിങ്ങൾക്ക് സിംഗപ്പൂർക്ക് ഈ ഒരു ടൂർ പാക്കേജ് സെറ്റാക്കി തരാം, അല്ലെങ്കിൽ ഒരു കാറ് സെറ്റാക്കി തരാം പറഞ്ഞു. എഴുതി വിട്ടു. 25 കുട്ടികൾ മരിച്ചു. മരിച്ചത് കിഡ്നി ഫെയിലിയറായിട്ട്, ചെറിയ കുട്ടികൾ 25 പേര് മധ്യപ്രദേശിൽ. ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ മറ്റേ ദേഷ്യമാണ് വരിക. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് മൂവ് ഓൺ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? ഫക്ടപ്പ് ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ ഈ അട്രിസൈനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പണി. നമ്മുടെ നാട്ടിൽ പക്ഷേ ഈ ഡീപോപ്പുലേഷനൊന്നുമില്ല. പോപ്പുലേഷൻ ഇത്തിരി കൂടിയാലേ ഉള്ളൂ. ഇവിടെയാണ് ശരിക്കും ഡീപോപ്പുലേഷൻ വേണ്ടത്. ഇവിടെ ഇത്ര ആൾക്കാരുടെ ഇത് ആവശ്യമില്ല. കുറേ ആൾക്കാരുടെ ഒഴിവാക്കാനുണ്ട്. ഇവിടെയൊക്കെ ഇത്തിരി കൂടുതലാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്ത്യയുടെ ഒരു ചെറിയ 2 കേസ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെയാണ്. അവിടെ ഇങ്ങനെ പറയാനും ഇതിനെക്കുറിച്ച് പറയാനും ഒക്കെ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ ഈ കമ്പനി കൂടെ ലക്ഷ്മി ഓർഗാനിക്സിനൊക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല കേസ് ഇട്ടിട്ട് നമ്മുടെ ചാനൽ പോയിട്ടിരിക്കുകയെ വീഡിയോ റിമൂവ് ചെയ്യുകയെ അങ്ങനെയൊക്കെ ചെയ്യും, പറയാൻ പറ്റില്ല. അവിടെ പക്ഷെ അതിനുള്ള സിസ്റ്റം ഉണ്ട്, പറയാൻ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ 1-2 പറയുന്ന പോലെയല്ല, ഒരുപാട് ആൾക്കാർ പറയും. അപ്പോൾ അതിൻ്റെ മെയിൻ ആൾ അലക്സ് ജോൺസാണ്. അപ്പോൾ അണ്ണനൊരു നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ഇങ്ങനത്തെ കാര്യത്തിൽ.
കാരണം പറയുമ്പോൾ നമ്മൾ ഇതെന്ത് ഇയാൾക്ക് ഭ്രാന്താണോ തോന്നും. കാരണം ഇയാൾ പറയുന്നൊരു അങ്ങനെ ഒരു കോമിക്കൽ രീതിയിലാണ് അതൊക്കെ കൊണ്ടാ പറയാം. അപ്പോൾ നമ്മൾ ഏതോ BP ഏരി എന്തോ ഇയാൾക്ക് സീനായി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് ഹാപ്പനിങ്, ഇറ്റ്സ് ഹാപ്പൻഡ്, ഇറ്റ് വിൽ ഹാപ്പൻ അഗെയിൻ. ഇപ്പോഴും ഉണ്ട്. അട്രസൈൻ ഒരു കെമിക്കൽ ഫോർമുല ഒന്നും മാറ്റിയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ചോളവും ഷുഗർ കെയിനും. അപ്പോൾ ഈ കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ ആ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിലും അത് പോവുമല്ലോ. അപ്പോൾ അത് കഴിച്ചാലും മതി, വെള്ളത്തിൻ്റെ കൂടെ തന്നെ വരണമെന്നൊന്നുമില്ല. ഇല്ല, അങ്ങനെയല്ലേ? അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇത് ഫുള്ള് കെമിക്കൽ ഉണ്ടാവില്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പാർട്സൊക്കെ ഉണ്ടാവും, ചെറിയൊരു വേർഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതല്ല ഇപ്പോൾ നമ്മൾ പറയുക ഈ ഓർഗാനിക് കൃഷി, ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും, അതായത് എല്ലാം ഓർഗാനിക് രീതിയിലായിരിക്കും എന്താ പറയുക, മേടിച്ച് പൊടിച്ച് ഫ്രഷ് സാധനം മുളക് പൊടി മേടിക്കും. പക്ഷെ അതിൽ കെമിക്കലുണ്ടോ നോക്കിയാൽ കെമിക്കലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ മണ്ണിലുള്ള കെമിക്കലാണ്. ആ മണ്ണിലുള്ള കെമിക്കൽ ആ ചെടി വലിച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ എന്നുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ കൃഷിനെ കുറിച്ച് വലിയ ഒരു ഐഡിയ ഇല്ലെങ്കിലും ഒരു ബേസിക് നോളജ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. If anyone knows more about it, comment below.